ഹായ് ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വീടിന് പുറത്ത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതിനു മുമ്പായി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കണും ഞെക്കിയേക്കണേ. ഇനി ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. മോൻ വന്നെന്നോട്, വാപ്പച്ചി നമുക്ക് ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡൊന്ന് വാങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളത് വാങ്ങണ്ട, നമുക്കത് ഉണ്ടാക്കാം, എന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിനാവശ്യമായ സാധനങ്ങൾ വല്ലതും കിട്ടുമോ നോക്കാൻ പഴയ സാധനങ്ങളൊക്കെ ടെറസിന് മുകളിലാണ് ഇടാറ്. അവിടെ പോയപ്പോൾ ഒരു 2 ലെങ്ത് പൈപ്പ് കിട്ടി. അതുമായി ഞങ്ങൾ താഴേക്ക് വന്നു. പിന്നെ അതുമാത്രം പോരായിരുന്നു. അപ്പോൾ അതിനാവശ്യമായി കുറച്ച് ടീയും കുറച്ച് എൽബോയും ഒക്കെ കടയിൽ പോയി വാങ്ങി വന്നു. ചെറിയ പൈസയായുള്ളൂ. പിന്നെ ഇതിനൊരു ഐഡിയ കിട്ടാനായി നമ്മൾ അതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കി. ശേഷം സ്കെച്ച് നോക്കി പൈപ്പൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഏകദേശം നീളം കണക്കാക്കി ഒരു 2 തട്ടിന് 3/4 മീറ്ററിൽ 6 പീസും, പിന്നെ 4 കാലിന് കണക്കാക്കി 2 ബാക്ക് കാൽ ഒരു 3/4 മീറ്ററും, പിന്നെ ഫ്രണ്ട് കാല് കുറച്ച് നീളം കുറച്ച് ഒരു 1/2 മീറ്ററിലും കട്ട് ചെയ്തു. പിന്നെ 2 വശങ്ങളിലേക്കും നീളം കുറച്ച് മതിയായിരുന്നതിനാൽ ഒരു 1.5 അടിയിൽ ഒരു 8 പീസും കട്ട് ചെയ്ത് വെച്ചു. അതിനിടയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ പൈപ്പ് അങ്ങ് തീർന്നുപോയി. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വീണ്ടും കടയിൽ പോയി ഒരു ലെങ്ത് പൈപ്പ് കൂടെ വാങ്ങേണ്ടി വന്നു. പിന്നെ അതുകൊണ്ട് ഈ വീഡിയോ 2 ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ പൈപ്പ് തികയാതെ വന്നപ്പോൾ വാങ്ങിയതിൻ്റെ കാരണത്താലാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി, അങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞു. അതൊക്കെ വാങ്ങി അതിന് ശേഷം ഞങ്ങൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്കെച്ച് നോക്കി എല്ലാം കട്ട് ചെയ്ത പീസൊക്കെ എല്ലാം എടുത്ത് ആദ്യം ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ വീണ്ടും അത് അയച്ച് പശയൊക്കെ തേച്ച് നല്ല ഫിക്സ് ചെയ്യേണ്ട ആവശ്യത്തിനായി പശയൊക്കെ തേക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ പശ എന്ന് പറയുന്നത് സ്റ്റാർ ബോണ്ട് എന്ന് പറയുന്ന പശ, സാധാരണ ഉപയോഗിക്കുന്ന പശയാണ്. അതിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് വാങ്ങേണ്ടി വന്നില്ല. പഴയത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് ഫിറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു സ്റ്റാൻഡായിരുന്നു കിട്ടിയിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ബെല്ലൈക്കൺ ഞെക്കുക.